2022 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ഡ്രാമ ഫാൻ ലെറ്റർ പ്ലീസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് യൂന എന്ന ചെറിയൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യൂന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. യൂനയ്ക്ക് ലുക്കീമിയയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ചെയർഫുൾ ആണെങ്കിലും ഭയവും അവളെ ബാധിക്കാറുണ്ട്. അവൾ കടന്നുപോകുന്ന കീമോതെറാപ്പി ട്രീറ്റ്മെന്റും അവളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് തനിക്ക് വേണ്ടെന്നൊക്കെ ഇടയ്ക്കവൾ പറയും. ട്രീറ്റ്മെന്റിന് തടസ്സം നിൽക്കുകയും ചെയ്യും. പക്ഷെ അവളെ ചീർ ചെയ്യിപ്പിക്കാൻ അവളുടെ അച്ഛന് ഒരു രഹസ്യ മാർഗമുണ്ടായിരുന്നു. അവൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കുക എന്നതാണത്. പക്ഷേ ആ വെള്ളത്തിന് പിറകിലും ഒരു സസ്പെൻസ് ഉണ്ട്. ആ വാട്ടർ ബോട്ടിലിന്റെ ലേബലിൽ അവളുടെ ഫേമസ് ഡ്രാമ ആർട്ടിസ്റ്റിന്റെ ചിത്രമാണുള്ളത്. അത് കാണുമ്പോഴും ആ വെള്ളം കുടിക്കുമ്പോഴും അവൾ വളരെയധികം സന്തോഷവതിയാകും. ഹാൻ ഗാംഹി എന്നായിരുന്നു ആ ആർട്ടിസ്റ്റിന്റെ പേര്. ഹാൻ ഗാംഹിയെ പറ്റി എന്തെങ്കിലും കേട്ടാലോ അവളുടെ ഫോട്ടോ കണ്ടാലോ ഒക്കെ ഉടൻ തന്നെ യൂന ചെയർഫുൾ ആകും. അത്രമേൽ അവരുടെ ഫാനായിരുന്നു അവൾ. മൂവീസിലും ഡ്രാമയിലുമൊക്കെ അഭിനയിക്കുന്ന ഹാൻഗാങ്ങി അത്രമേൽ പ്രസിദ്ധിയായിരുന്നു. നിരവധി ഫാൻസും ഹാൻഗാങ്ങിക്കുണ്ട്. തന്റെ ട്രീറ്റ്മെന്റ് റൂമിന്റെ ബെഡിന് സമീപം പോലും യൂന നിരവധി ഹാൻഗാങ്ങിയുടെ ചിത്രങ്ങൾ ഒട്ടിച്ചിരുന്നു. ഹാൻഗാങ്ങിക്ക് നിരവധി തവണ യൂന ഫാൻ ലെറ്റർ എഴുതി. പക്ഷെ ഒരിക്കൽ പോലും അവളിൽ നിന്നും ഒരു റെസ്പോൺസ് പോലും അവൾക്ക് ലഭിച്ചിരുന്നില്ല. നിരവധി ഫാൻസ് ഉണ്ടെങ്കിലും ഫാൻസിൽ നിന്നുമൊക്കെ ഹാൻഗാങ്ങി പൊതുവെ അകലം പാലിച്ചിരുന്നു. അവരുടെ ഈ സ്നേഹമൊക്കെ സിൻസിയർ ആയിട്ടുള്ളതൊന്നുമല്ലെന്നും ഇതൊക്കെ ഫെയിം കൊണ്ട് മാത്രം വന്നതാണ് എന്നുമുള്ള ധാരണയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിൽ അവൾക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ അത് വായിക്കുമ്പോൾ അതാണ് യഥാർത്ഥ സ്വഭാവമെന്നും അതാണ് സത്യമെന്നും അവൾ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനന്ദനേക്കാളും സ്നേഹപൂർണമായ കമന്റുകളെക്കാളും ആളുകൾ കൂടുതൽ ജെനുവിനായി പ്രകടിപ്പിക്കുന്നത് ഈ നെഗറ്റീവ് കമന്റുകളൊക്കെയാണ് എന്നും അവൾ കരുതി പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗാംഹി തന്റെ മാനേജറുടെ അടുത്തേക്കെത്തി. ആയങ് എന്നാണ് അവളുടെ മാനേജറുടെ പേര്. ഗാംഹി ഫാൻസിനെ കെയർ ചെയ്യുന്നില്ലെന്നും അതവളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ടെന്നും ആയങ് പരാതി പോലെ പറഞ്ഞു. പക്ഷേ ഗാംഹിക്കാകട്ടെ തന്റെ ഫാൻസിന്റെ ഫീലിംഗ് ഓർത്ത് യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവഗണിച്ച് അവൾ തനിക്കായി ഏതെങ്കിലും പുതിയ ഡ്രാമയിൽ ഒരു വേഷം സംഘടിപ്പിക്കാൻ തന്റെ മാനേജറോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഫാൻസിനെ നല്ല രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള പല ആരോപണങ്ങളും ഗാംഹിയുടെ മേലുള്ളതിനാൽ അവളുടെ റെപ്യൂട്ടേഷൻ കുറഞ്ഞിരിക്കുന്നതിനാൽ പുതിയ പ്രൊജക്ട് കിട്ടാൻ ഇപ്പൊ പ്രയാസമായിരിക്കുകയാണ് എന്നായിരുന്നു മാനേജർ അവളെ അറിയിച്ചത്. താൻ ശ്രമിക്കാം എന്നും മാനേജർ പറഞ്ഞു. ഗാംഹി അവിടെ നിന്നും മടങ്ങാൻ നേരം അവിടുത്തെ ഒരു സ്റ്റാഫ് മെമ്പർ വലിയൊരു പെട്ടി നിറയെ ഫാൻസിൽ നിന്നും ഗാംഹിക്കുള്ള ഗിഫ്റ്റുകളും കത്തുമൊക്കെയായിട്ടെത്തി. ഗാംഹിക്കാണെങ്കിൽ അത് കണ്ടതേ വല്ലാതായിരുന്നു. കത്തുകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞേക്കാനും ഗിഫ്റ്റുകളൊക്കെ തിരികെ ഏൽപ്പിച്ചേക്കാനുമായിരുന്നു ഗാംഹിയുടെ മറുപടി. അത് സ്വീകരിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. പിന്നാലെ ഗാംഹി അവിടെ നിന്ന് പോയി. സ്റ്റാഫ് മെമ്പേഴ്സ് അത് തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ പെട്ടി താഴെ വീണു. 2 കത്തുകൾ വാരിയെടുക്കുമ്പോൾ നിലത്ത് തന്നെ പെട്ടുപോയിരുന്നു. ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു മഞ്ഞപ്പത്രക്കാരൻ സു എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. പിന്നാലെ വീണുകിടന്നിരുന്ന കത്തുകളിൽ ഒന്നും അയാൾ കയ്യിലെടുത്തു. ഗാംഹിക്കെതിരെ വാർത്തയിൽ അത് ഉപയോഗിക്കാനും അയാൾ തീരുമാനിച്ചു. ആശുപത്രിയിലായിരുന്ന യൂനയ്ക്ക് അന്നൊരു കീമോതെറാപ്പി ഉണ്ടായിരുന്നു. യൂനയാകട്ടെ വല്ലാതെ ഭയന്ന് കീമോതെറാപ്പി വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേഴ്സസ് ഒക്കെ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും യൂന സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവളുടെ അച്ഛൻ ജുങ്സോക്ക് തന്നെ തന്റെ മകളെ സമാധാനിപ്പിക്കാൻ എത്തി. കീമോതെറാപ്പിക്ക് അവൾ സമ്മതിച്ചാൽ മോളുടെ ഒരാഗ്രഹം താൻ നടത്തിത്തരാം എന്ന് ജുങ്സോക്ക് വാക്കു പറഞ്ഞു. ആ പ്രോമിസ് കിട്ടിയതും യൂനയും അതോടെ അതിന് സമ്മതിച്ചു. വൈകാതെ യൂനയുടെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് നടന്നു. ട്രീറ്റ്മെന്റിനിടയിൽ യൂന കരയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. പുറമേ നിന്നും അവളുടെ അച്ഛൻ അത് കണ്ണീരോടെ നോക്കിക്കണ്ടു. ജുങ്സോക്ക് യാഥാർത്ഥ്യത്തിൽ ഒരു വക്കീലായിരുന്നു. പക്ഷെ ഇപ്പോൾ മകളുടെ ചികിത്സയ്ക്കും മറ്റുമായി രാത്രിയിൽ ഒരു ക്യാബ് ഡ്രൈവർ ആയടക്കം അയാൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഉപേക്ഷിച്ചു പോയ യൂനയെ അച്ഛനായ ജുങ്സോക്ക് ഒറ്റക്കായിരുന്നു പരിപാലിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ജോലിഭാരവും ബുദ്ധിമുട്ടുമൊക്കെ അവൻ അനുഭവിക്കുന്നുമുണ്ടായിരുന്നു. കീമോതെറാപ്പി കഴിഞ്ഞ് ഒന്ന് സുഖം പ്രാപിച്ചപ്പോൾ യൂന അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞ പ്രോമിസിനെ പറ്റി അവൾ ചോദിച്ചു. താൻ അയച്ച ഒരു കത്തിനെങ്കിലും ഗാംഹിയിൽ നിന്ന് റിപ്ലൈ കിട്ടണം എന്നതായിരുന്നു തന്റെ ആഗ്രഹമായി അവൾ പറഞ്ഞത്. അത് സാധിച്ചു തരാനും അച്ഛനോട് അവൾ ആവശ്യപ്പെട്ടു. അത് ജുങ്സോക്കിനെ ആകെ വല്ലതാക്കി. എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കാണും എന്നവൻ ചിന്തിച്ചു. അവൻ തന്റെ സുഹൃത്ത് യൂണ്ടോയെ കണ്ട് സംസാരിച്ചു. രസകരമായ കാര്യമെന്തെന്നാൽ ജുങ്സോക്കും ഗാംഹിയും പണ്ട് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ജുങ്സോക്കിന് ഗാംഹിയെ സഹായം ചോദിച്ച് പോയി കാണുവാൻ മടിയായിരുന്നു. എന്നിരുന്നാലും മകളുടെ ആഗ്രഹം ഗാംഹിയെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് സാധിച്ചു കൊടുക്കാൻ സാധിച്ചേക്കും എന്നൊരു പ്രതീക്ഷയും അവന് തോന്നി. മറുവശത്ത് ഗാംഹി ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യുകയായിരുന്നു. കഫേയിൽ ഭക്ഷണം കഴിച്ചവർ സംസാരിച്ചു. ഗാംഹിക്ക് മുമ്പിൽ വളരെ
വളരെ സ്വീറ്റായ ഡയറക്ടർ ഓരോ കാര്യത്തെപ്പറ്റിയും സംസാരിച്ചു. പക്ഷേ കാംഹി റെസ്റ്റ് റൂമിലേക്ക് പോയ തക്കത്തിന് കാംഹിയെ കുറ്റപ്പെടുത്തിയും കാംഹിയെ അപമാനിച്ചുമൊക്കെ ഡയറക്ടർ അടുത്തിരുന്ന വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങി. യാദൃച്ഛികമായി തിരികെ എത്തിയ കാംഹി അത് കേൾക്കുകയും ചെയ്തു. കാംഹിക്ക് വലിയ ദേഷ്യം തോന്നി. ഡയറക്ടറുടെ അടുത്ത് കാംഹി തട്ടിക്കയറുകയും അവർ തമ്മിൽ വലിയ വാക്കുതർക്കം സംഭവിക്കുകയും ചെയ്തു. ശേഷം കാംഹി അവിടെ നിന്ന് പോകുമ്പോൾ റെസ്റ്റോറന്റിൽ നിന്ന് ലോബിയിലേക്ക് കാംഹിക്ക് പിന്നാലെ വന്ന ആ ഡയറക്ടർ കാംഹിയുടെ കയ്യിൽ പിടിച്ച് അബ്യൂസ് ചെയ്യുവാൻ ശ്രമിച്ചു. കൃത്യം ആ സമയം അങ്ങോട്ടേക്കൊരു കാർ വന്നു നിന്നു. കാംഹിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ മാനേജർ അയച്ച ടാക്സി ആയിരുന്നു അത്. അതിൽ വന്നതാകട്ടെ ജോങ്സോക്കും. ഡയറക്ടറെ സൈഡാക്കി കാംഹിയെ സുരക്ഷിതമായി ജോങ്സോക്ക് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. കാറിൽ പോരുമ്പോൾ പഴയ കാലത്തെപ്പറ്റി ഓർത്തെടുത്ത് ഇരുവരും സംസാരിക്കാനും തുടങ്ങി. പിന്നാലെ ജോങ്സോക്ക് തന്റെ മകളുടെ കാര്യം കാംഹിയോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാംഹിയുടെ മുഖം മാറി. അവളുടെ മൂഡും ചേഞ്ചായി. തന്റെ മകൾ കാംഹിയെ എത്രമാത്രം അഡ്മയർ ചെയ്യുന്നു, എത്ര വലിയ ഫാനാണ് അവൾ എന്നൊക്കെ ജോങ്സോക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കാംഹി അപ്പോഴൊക്കെയും സൈലന്റായി ഇരുന്നതേയുള്ളൂ. കാംഹിയെ അന്ന് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത ശേഷം തന്റെ മകളുടെ ലെറ്ററിനൊരു റിപ്ലൈക്ക് വേണ്ടി അവളോട് സംസാരിച്ചാലോ എന്ന് ജോങ്സോക്ക് കരുതി കാംഹിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അതവന് ആവശ്യപ്പെടാൻ പറ്റുന്നതിന് മുമ്പേ ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞ് കാംഹി വീടിനകത്തേക്ക് കയറിപ്പോയി. ആകെ ഡൗണായ ജോങ്സോക്ക് ആകട്ടെ വീട്ടിലേക്കും തിരികെ പോന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കാംഹിയും ജോങ്സോക്കും ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം. അന്നും കാംഹി സ്കൂളിലെ പോപ്പുലർ സ്റ്റുഡന്റ് ആണ്. നിരവധി ഫാൻസും അവളുടെ പിന്നാലെയുണ്ട്. ചെറിയ ഡ്രാമകളിലൊക്കെ അവൾ അന്നേ അഭിനയിക്കുന്നുണ്ടായിരുന്നു. തന്റെ പിന്നാലെ ഫാൻസ് എന്ന പേരിൽ ഒരുപാട് പേർ ഫോളോ ചെയ്യുന്നതൊന്നും കാംഹിക്ക് അന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളതിൽ അസ്വസ്ഥയുമായിരുന്നു. ഒരു ദിവസം ഇറിറ്റേറ്റഡ് ആയ അവൾ ക്ലാസ് കട്ട് ചെയ്ത് സ്റ്റോറിലേക്ക് കടന്ന് ഒന്ന് സ്മോക്ക് ചെയ്യുവാൻ നിന്നു. സ്ട്രെസ് കുറയ്ക്കുവാൻ അവൾ പൊതുവെ അന്നൊക്കെ സ്മോക്ക് ചെയ്യുമായിരുന്നു. ഇതേ സമയം അതേയിടത്ത് മറ്റൊരു വശത്തായി പുതുതായി ആ സ്കൂളിൽ ചേർന്നിരുന്ന ജോങ്സോക്ക് ആകട്ടെ ക്ലാസ് കട്ട് ചെയ്ത് പാട്ടും കേട്ട് ചെറിയൊരു മയക്കത്തിലായിരുന്നു. ഇടയ്ക്കൊന്നുറക്കം ഞെട്ടി അവൻ നോക്കിയതും കാംഹി അതാ സിഗരറ്റ് വലിക്കുന്നു. അതിന്റെ മണവും ആ മുറിയിൽ നിറഞ്ഞിട്ടുണ്ട്. ജോങ്സോക്ക് മുന്നിലേക്ക് ചെന്ന് കാംഹിയെ എതിരിട്ടു. പിടിക്കപ്പെട്ടല്ലോ എന്നോർത്ത് കാംഹിയും ഒന്ന് പാനിക്കായിരുന്നു. തന്റെ റെപ്യൂട്ടേഷന് ഈ വിവരം പുറത്തിറങ്ങാൻ ബാധിക്കുമോ എന്നൊക്കെ കാംഹി ഭയപ്പെടുകയും ചെയ്തു. കാംഹി ആരാണ് എന്ന് പോലും അന്ന് ജോങ്സോക്കിന് അറിയില്ല. അതുകൊണ്ട് ഏറെ പരുക്കൻ മട്ടിലായിരുന്നു അവൻ കാംഹിയോട് ഇടപഴകിയത്. കാംഹിയെയും അത് അതിശയപ്പെടുത്തി. പിന്നാലെ ആ വഴി ടീച്ചർ വരുന്ന ശബ്ദം കേട്ടതും കാംഹിയും ജോങ്സോക്കും മറിഞ്ഞിരുന്നു. പക്ഷേ പുകമണം കിട്ടിയതും ആരാവിടെ സിഗരറ്റ് വലിക്കുന്നതെന്ന് ചോദിച്ച് അധ്യാപകൻ അകത്തേക്ക് വന്നു. താൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നൊരു ഭയം കാംഹിയെ ബാധിച്ചിരുന്നു. കാംഹിയുടെ ഭയം കണ്ട് ജോങ്സോക്ക് ആകട്ടെ കാംഹിയെ രക്ഷപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിച്ച് താനാണ് വലിച്ചതെന്ന് പറഞ്ഞ് കുറ്റം ഏറ്റെടുത്ത് അധ്യാപകന്റെ മുമ്പിലേക്ക് ചെന്നു നിന്നു. അതിനുള്ള ശിക്ഷയും അവൻ ഏറ്റുവാങ്ങി. അവരുടെ പരിചയത്തിന്റെയും സ്നേഹത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. ജോങ്സോക്ക് തന്റെ സുഹൃത്ത് യോണ്ടോയുടെ കടയിൽ വന്നിരിക്കുകയായിരുന്നു. യോണ്ടോയോട് സംസാരിച്ചിരിക്കെ അവിടെ നിന്നും ഒരു കഥാപുസ്തകം അവൻ കയ്യിലെടുത്തു. ലെറ്റർ ഡോൾ എന്നായിരുന്നു ആ കഥാപുസ്തകത്തിന്റെ പേര്. അതിൽ നിന്നും ഇൻസ്പയറായി അവൻ തന്റെ മകൾക്ക് കാംഹിയുടെ പേരിൽ ഒരു വ്യാജ ലെറ്റർ എഴുതി കൊടുക്കുവാൻ തീരുമാനിച്ചു. പിന്നെ സുരക്ഷിതമായ ഒരിടത്ത് ചെന്നിരുന്ന് അവൻ തന്റെ മകൾക്കായി മറുപടി കത്തെഴുതി. കാംഹി എഴുതിയ പോലെ എഴുതിയ കത്ത് വായിച്ചതും യൂനയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അത് കണ്ട് ജോങ്സോക്കും ഏറെ സന്തോഷിച്ചു. ഹോസ്പിറ്റലിലുള്ള എല്ലാവരുമായും യൂന സന്തോഷത്തോടെ ആ ലെറ്ററിന്റെ കാര്യം പങ്കുവെക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് അവൾ കാംഹിക്ക് തുടർച്ചയായി കത്തെഴുതാൻ തുടങ്ങി. കത്തുകൾ കൂടിയപ്പോൾ അതിന് മറുപടി എഴുതാൻ ജോങ്സോക്ക് സ്ട്രഗിൾ ചെയ്തു. എന്നിരുന്നാലും മകൾക്കായി കാംഹിയുടെ പേരിൽ അവൻ മറുപടി കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഓരോ കത്ത് കാണുമ്പോഴും മക്കൾക്കുണ്ടാകുന്ന സന്തോഷം ജോങ്സോക്കിനെയും അത്രമേൽ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് വ്യാജ പത്രവാർത്തകളും മറ്റും കാരണം കാംഹി ഫാൻസിനെ അവഗണിക്കുകയും കത്തുകൾ അവോയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്ന വാർത്ത വലിയ തോതിൽ പരന്നിരുന്നു. വാർത്ത യൂനയുടെ അടുത്തെത്തി. യൂനയും അത് കണ്ട് ഏറെ വറീഡായി. കാംഹി ഒരിക്കലും തന്റെ ഫാൻസിനെ അങ്ങനെ അവഗണിക്കൊന്നുമില്ല എന്നായിരുന്നു യൂന പറഞ്ഞുകൊണ്ടേയിരുന്നത്. മാത്രമല്ല കാംഹിയിൽ നിന്ന് തുടർച്ചയായി തനിക്ക് മറുപടി കത്തുകൾ വരുന്നുമുണ്ട്. കാംഹിക്ക് സഹായം ചെയ്യണം എന്ന് ചിന്തിച്ച യൂനയാകട്ടെ യൂട്യൂബ് ചാനലുള്ള തന്റെ ഒരു സുഹൃത്തിന്റെ സഹായം തേടി. തനിക്ക് കിട്ടിയ റിപ്ലൈകളൊക്കെ കാണിച്ച് കാംഹി തനിക്ക് എഴുതിയ റിപ്ലൈകളാണെന്നും കാംഹിക്ക് മേലുള്ള ആരോപണം തെറ്റാണ് എന്നുള്ള തരത്തിലും യൂന ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി മാറി. അത് കാംഹിയുടെ മുമ്പിലേക്കും എത്തിച്ചേർന്നിരുന്നു. അത് കണ്ട് കാംഹി ഞെട്ടിയെങ്കിലും അതോടെ കാംഹിയുടെ റെപ്യൂട്ടേഷൻ വീണ്ടും ഉയരാൻ ആരംഭിച്ചു. സോഷ്യൽ മീഡിയകളിൽ ഫാനിന് കത്തെഴുതിയ കാംഹിയെ പ്രകീർത്തിച്ച് കമന്റുകൾ വാനോളം നിറഞ്ഞു. അതും പ്രത്യേകിച്ച് ലുക്കീമിയ ബാധിതയായ
ഒരു കുട്ടിക്ക് കാങ്കി ആശ്വാസം പകർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതത്രമേൽ പോസിറ്റീവായിട്ടായിരുന്നു സമൂഹത്തിൽ പ്രതിഫലിച്ചത്. റെപ്യൂട്ടേഷൻ വർദ്ധിക്കുകയും നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും കാങ്കി വല്ലാതെ വറീഡായി കാണപ്പെട്ടു. താൻ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ തനിക്ക് ഈ ആശംസകളും പ്രശസ്തിയും ഒന്നും ലഭിക്കേണ്ടതില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. അന്ന് രാത്രിയിൽ യൂനയുടെ പാരന്റ്സിനെ കണ്ട് തന്റെ ഫ്രസ്ട്രേഷൻ അറിയിക്കുവാൻ അവൾ യൂന അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അതേ ആശുപത്രിയിലേക്ക് എത്തി. ജുങ്സോക്കിന്റെ മകളാണ് യൂനയെന്ന് നെട്ടലോടെയായിരുന്നു അവിടെ വെച്ച് അവൾ മനസ്സിലാക്കുന്നത്. പിന്നാലെ ജുങ്സോക്ക് കാങ്കിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ പേരിൽ തന്റെ മകളെ ആശ്വസിപ്പിക്കാൻ താനാണ് വ്യാജ കത്തുകൾ എഴുതിയതെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ആ സത്യങ്ങൾ രോഗബാധിതയായ തന്റെ മകളെ അറിയിക്കരുതെന്നും അവൻ അവളോട് അപേക്ഷിച്ചു. അവളുടെ പേരിൽ വ്യാജ കത്തുകൾ എഴുതിയതിന് അവൻ ക്ഷമയും ചോദിച്ചു. പിന്നാലെ ആ കത്തുകൾ തന്റെ മകൾക്ക് എത്രമേൽ ആവശ്യമായിരുന്നുവെന്നും അത് അവളിലുണ്ടാക്കിയ മാറ്റവും അവളിലുണ്ടാക്കിയ സ്വാധീനവും എത്രമേലാണെന്നും അവൻ വിശദീകരിച്ചു. യൂനക്ക് ആ കത്തുകൾ കാരണം അനിയന്ത്രിതമായ എനർജിയാണ് ലഭിച്ചത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. പക്ഷേ ഇതൊക്കെ അവളെ പിന്തുടർന്നു വന്നിരുന്ന മഞ്ഞപ്പത്രക്കാരൻ സു പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യണം എന്നും അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യൂണ്ടോ അത് കണ്ടു. ജുങ്സോക്കിന്റെ സുഹൃത്തായ യൂണ്ടോ ആ മഞ്ഞപ്പത്രക്കാരനെ അയാൾ അത് പ്രവർത്തിക്കുന്നതിൽ നിന്നും തടഞ്ഞു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ കാങ്കിയാകട്ടെ ജുങ്സോക്ക് പറഞ്ഞത് മുഴുവൻ അവന്റെ വാക്കുകൾ മുഴുവൻ കേട്ട് ഓരോന്നാലോചിച്ചുകൊണ്ടേയിരുന്നു. ഫാൻസിനോട് ഇടപഴകുന്ന തന്റെ തീരുമാനത്തിലും മറ്റും ഒന്ന് പുനരാലോചിക്കേണ്ടതില്ലേ എന്നുവരെ അവൾ ചിന്തിച്ചു. ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. അടുത്ത ദിവസം കാങ്കി കുട്ടികളുടെ ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ അവൾ യൂനയെയും കാങ്കിയുടെ മറ്റ് ഫാൻസിനെയും കണ്ടു. അവർക്കൊപ്പം സമയം ചിലവഴിച്ചു. അവരെ സന്തോഷിപ്പിച്ചു. കാങ്കിയെ കണ്ട യൂനയാകട്ടെ കണ്ണുകൾ നിറഞ്ഞ് കാങ്കിയെ കെട്ടിപ്പിടിക്കുകയും തന്റെ സന്തോഷം പങ്കുവെക്കുകയും ഉണ്ടായി. വലിയൊരു തുക കാങ്കി ആ ആശുപത്രിക്ക് ഡൊണേറ്റ് ചെയ്തു. അവളുടെ ആ പ്രവൃത്തികൾ കവർ ചെയ്യാൻ വിവരമറിഞ്ഞ് നിരവധി മീഡിയക്കാരും എത്തി. യൂനയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് കാങ്കി ചോദിച്ചപ്പോൾ കാങ്കിയുടെ വീട് കാണണം എന്നായിരുന്നു അവൾ ആവശ്യപ്പെട്ടത്. കാങ്കി അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം ജുങ്സോക്കും മകൾ യൂനയും യൂനയുടെ സുഹൃത്ത് ഡോങ്കുവും ചേർന്ന് കാങ്കിയുടെ വീട്ടിലെത്തി. കാങ്കി അവരെ വെൽക്കം ചെയ്തു. കുട്ടികൾ കളിക്കാനായി പോയപ്പോൾ കാങ്കി ജുങ്സോക്കിനോട് തന്റെ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ അറിയിച്ചു. ജുങ്സോക്ക് തുടങ്ങിവെച്ച കാര്യം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതെന്നും എന്റെ വീട്ടിൽ ഇതിനു മുമ്പ് ഞാൻ ആരെയും കേട്ടിയിട്ടില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. ആദ്യത്തെ അസ്വസ്ഥതകൾക്കപ്പുറം കാങ്കിയുടെ മൂഡും ബ്രൈറ്റൻ ചെയ്യാൻ തുടങ്ങി. കുട്ടികൾക്ക് അവരുടെ ആഗ്രഹം താൻ സാധിച്ചു കൊടുക്കുകയാണല്ലോ എന്നവൾ ചിന്തിക്കാൻ തുടങ്ങിയതോടെയായിരുന്നു അത്. ശേഷം ഡോങ്കുവും കാങ്കിയും ഒന്നിച്ച് അവന്റെ യൂട്യൂബ് ചാനലിനായി ഒരു ഇന്റർവ്യൂവും റെക്കോർഡ് ചെയ്തു. ശേഷം ഒന്നിച്ച് കളിക്കുമ്പോൾ യൂനയുടെ ഇന്റലിജൻസ് കണ്ട് കാങ്കി അവളെ അഭിനന്ദിച്ചു. അവളുടെ അമ്മയിൽ നിന്നും അവൾക്ക് പകർന്നു കിട്ടിയതായിരിക്കും അത് എന്നും കാങ്കി പറഞ്ഞു. പക്ഷെ അത് കേട്ടതും യൂന സങ്കടത്തിലാവുകയായിരുന്നു ചെയ്തത്. യൂനയ്ക്കുള്ളിൽ സംശയവും തോന്നി. കാര്യം ജുങ്സോക്ക് വ്യാജക്കത്ത് എഴുതിയപ്പോൾ അതിൽ യൂന അവളുടെ അച്ഛനെ പോലാണ് എന്നായിരുന്നു എഴുതിയിരുന്നത്. കാങ്കി ഇപ്പോൾ നേരിട്ട് അവൾ അമ്മയെപ്പോലാണെന്ന് പറയുന്നു. അതായിരുന്നു അവളിൽ സംശയമുണ്ടാക്കിയത്. ഡോങ്കു ആ സമയം യൂനയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞു. അവളുടെ അമ്മ അമേരിക്കയിലാണ് താമസിക്കുന്നത് എന്നും വ്യക്തമാക്കി. ഒക്കെ കേട്ടതും കാങ്കിക്കും ആകെ വല്ലായ്മ തോന്നി. മറുവശത്ത് മഞ്ഞപ്പത്രക്കാരൻ സുവാകട്ടെ കാങ്കിക്കെതിരെ തെളിവുകൾ സംഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്റെ പരിചയക്കാരോട് സഹായം ചോദിക്കുകയായിരുന്നു. നീണ്ട ശ്രമത്തിനും തിരച്ചിലിനും ഒടുവിൽ കാങ്കിയും ജുങ്സുക്കും ഒന്നിച്ച് പഠിച്ചവരാണ് എന്ന കാര്യം സു മനസ്സിലാക്കി. അതോടെ ഒരു മഞ്ഞ വാർത്തയ്ക്കുള്ള ഒരു സാഹചര്യവും അയാൾക്ക് ലഭിച്ചു. അയാൾ ഒരു ആർട്ടിക്കിൾ എഴുതി തന്റെ മകളെ ഉപയോഗിച്ച് കാങ്കിയുടെ റെപ്യൂട്ടേഷൻ റൈസ് ചെയ്യുവാൻ ജുങ്സോക്ക് നടത്തിയ നാടകമാണൊക്കെയും എന്ന തരത്തിലായിരുന്നു അയാൾ എഴുതിയത്. അവരിരുവരും സ്കൂൾ കാലം തൊട്ടേ സുഹൃത്തുക്കളായിരുന്നു എന്നതിന് വലിയ തെളിവായും അയാൾ ചേർത്തുവെച്ചു. കാങ്കിക്ക് അടുത്തുനിന്ന് ജുങ്സോക്ക് അതിന് പ്രതിഫലവും പറ്റിയിരുന്നു എന്നും അതിലുണ്ടായിരുന്നു. കഥ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ ജുങ്സോക്കിനോട് കാങ്കിയുടെ സുഹൃത്ത് ഹേറിക്ക് പ്രണയമുണ്ടായിരുന്നു. പക്ഷേ ജുങ്സുക്കിനാകട്ടെ താല്പര്യമുള്ളതോ കാങ്കിയോടും. വൈകാതെ ഹേറിയും അത് മനസ്സിലാക്കി. അതോടെ ഹേറിക്ക് കാങ്കിയോട് ദേഷ്യവും അസൂയയും വെറുപ്പും വന്നു. കഥ പ്രസന്റിലേക്ക് വരുന്നു. ഹേറി ഇപ്പോൾ ഒരു റേഡിയോയിൽ അനൗൺസറായും ഒരു ആർട്ടിസ്റ്റായും ജോലി നോക്കുകയാണ്. കാങ്കിയെയും ജുങ്സോക്കിനെയും പറ്റിയുള്ള വാർത്തകൾ വീണ്ടും നിറയാൻ തുടങ്ങിയതും ഹേറി അത് കണ്ട് അസ്വസ്ഥയായി. കാങ്കിയും ജുങ്സുക്കും കുട്ടികളും അന്ന് ഡിന്നറിനായി ഒത്തുകൂടിയിരുന്നു. ഡിന്നർ കഴിഞ്ഞ് കുട്ടികൾ ഉറങ്ങിയ ശേഷം കാങ്കിയും ജുങ്സുക്കും ഡ്രിങ്ക് കഴിച്ചിരിക്കാൻ തുടങ്ങി. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മകൾ യൂന അമ്മയെ മിസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഓർമ്മ അവൻ അവളോട് പങ്കുവെച്ചു. മുമ്പ് യൂനയുടെ മുത്തശ്ശി ജീവിച്ചിരുന്നു. ആ സമയം അമ്മയെ അവൾ മിസ് ചെയ്യുമ്പോഴൊക്കെയും മുത്തശ്ശി അവളോട് അമ്മ കുറച്ച് ദൂരെയാ ഉള്ളത് എന്ന് മാത്രം പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു
കരഞ്ഞുകൊണ്ടിരുന്നു. മുത്തശ്ശിയുടെ വാക്കുകളിലൂടെ അവൾ സമാധാനപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ വൈകാതെ മുത്തശ്ശി ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അത് ജുങ്സുക്കിനെ വല്ലാതെ ബാധിച്ചിരുന്നു. സ്വയം സമാധാനിക്കാൻ കഴിയാത്തപ്പോൾ എങ്ങനെ അവൻ മകളെ സമാധാനിപ്പിക്കും? പക്ഷേ അന്ന് അതിശയം നടന്നു. മകൾ ജുങ്സുക്കിന്റെ അടുത്തെത്തി ജുങ്സുക്കിനെ ആശ്വസിപ്പിച്ചു. മുത്തശ്ശി ഏറെ നല്ലൊരിടത്തേക്ക് പോയത്, അവിടെ ഉണ്ടാകും, സന്തോഷത്തോടെ ആയിരിക്കും എന്നായിരുന്നു അവൾ ജുങ്സുക്കിനോട് പറഞ്ഞത്. അത് കേട്ട് അന്ന് കണ്ണീരടക്കുവാൻ ജുങ്സോക്കിന് സാധിച്ചില്ല. തന്റെ മകളെ അന്നവൻ ചേർത്തു പിടിച്ചു. അന്നു മുതൽ തന്റെ മകൾക്കായാണ് താൻ ജീവിക്കുന്നതെന്നും ഇപ്പോ അവളുടെ ചികിത്സയ്ക്കും മറ്റുമായി പലതരം കുറെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നും അവൻ അവളോട് തുറന്നു പറഞ്ഞു. യൂന എത്രമേൽ ജുങ്സുക്കിന് പ്രിയപ്പെട്ടതാണെന്നും അവളുമായുള്ള അവന്റെ അടുപ്പത്തെ പറ്റിയും ആ കഥകളിൽ നിന്നൊക്കെയും കാങ്കി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ശേഷം ജുങ്സുക്ക് ഒരു ബീർ പൊട്ടിക്കുമ്പോൾ അത് തെറിച്ചവന്റെ ദേഹത്തൊക്കെ വീണു. കാങ്കി തന്റെ വസ്ത്രത്തിൽ നിന്നും അവന് മാറ്റാനായി കൊടുത്തു. വസ്ത്രം ധരിച്ചപ്പോൾ അതിൽ വുമൻസ് ക്ലോത്തിങ്ങും പെട്ടിരുന്നു. അതിൽ വലിയ തമാശ തോന്നിയ കാങ്കിയാകട്ടെ അതൊക്കെ ചിത്രങ്ങളായി തന്റെ ക്യാമറയിൽ പകർത്തി. നാണക്കേട് തോന്നിയ ജുങ്സുക്ക് ആ ഫോൺ വാങ്ങി അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടയിൽ കാങ്കി സോഫയിലേക്ക് വീണു. പിന്നാലെ ജുങ്സുക്കും. അവരിരുവരും അടുത്തടുത്ത് വന്നിരുന്നു. പെട്ടെന്ന് കാങ്കി ഞെട്ടലോടെ സ്വബോധത്തിലേക്ക് തിരികെ വന്നു. അത് അവളുടെ തോന്നലായിരുന്നു. നോക്കുമ്പോൾ ജുങ്സോക്ക് ഇരുന്ന് അവളുടെ ഫോണിലെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നു. കാങ്കി ഓടിച്ചെന്ന് ഫോൺ വാങ്ങി അതിനെപ്പറ്റി പരാതി പറയാനും തുടങ്ങി. ജുങ്സോക്ക് ആകട്ടെ അവളുടെ തലയിൽ ക്യൂട്ടായി തലോടി അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞുറങ്ങുവാൻ പോയി. കാങ്കിയാകട്ടെ അല്പം ക്ഷോഭിക്കുകയും ചെയ്തു. അന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാങ്കി രാവിലെ തന്നെ കുളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു. ജുങ്സുക്കിന്റെ മുമ്പിൽ സുന്ദരിയായി നിൽക്കാനായിരുന്നു വധ. പക്ഷേ ജുങ്സുക്ക് ആകട്ടെ രാവിലെ തന്നെ അവൾ മേക്കപ്പ് ചെയ്തത് തിരിച്ചറിഞ്ഞു. അതോടെ കാങ്കി ആകെ വല്ലാതുമായി. ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം അവരൊന്നിച്ചായിരുന്നു തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങിയത്. അവർ അവിടെ നിന്ന് പോരാൻ നേരം കാങ്കിക്കൊരു കോൾ വന്നു. ഇന്റർനെറ്റിൽ പരന്നുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങളെ പറ്റിയും ജുങ്സുക്കിനെയും കാങ്കിയെയും ചേർത്തു വന്ന ആർട്ടിക്കിളിനെ പറ്റിയുമൊക്കെ അവൾക്ക് വിവരം ലഭിച്ചു. അവർ പുറത്തേക്കിറങ്ങാറെത്തിയതും അവിടെ പത്രക്കാർ വളഞ്ഞിരുന്നു. ആർട്ടിക്കിളിൽ വന്ന പോലെ കാങ്കി പണം കൊടുത്ത് സ്കൂൾ ഫ്രണ്ടായിരുന്ന ജുങ്സുക്കിനെ കൊണ്ട് തന്റെ റെപ്യൂട്ടേഷൻ ഉയർത്താൻ മകളെ വെച്ച് ഡ്രാമ കളിച്ചതാണ് എന്നുള്ളതൊക്കെ സത്യമാണോ എന്നൊക്കെ പത്രക്കാരുടെ ചോദ്യം വന്നു. ചറപറ പല പത്രക്കാരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജുങ്സുക്കും കാങ്കിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതടക്കം അവർ ചോദിച്ചുകൊണ്ടിരുന്നു. ജുങ്സുക്ക് ആകട്ടെ ലോയർ എന്ന നിലയിലുള്ള തന്റെ ലീഗൽ അറിവുകൾ വെച്ച് കള്ളവാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെയുള്ള നിയമങ്ങളെ പറ്റി പത്രക്കാരോട് പറഞ്ഞു. അതോടെ പത്രക്കാർ ഭയന്നൊന്ന് പിന്മാറി. പക്ഷേ ഒക്കെ കേട്ടു നിന്നിരുന്ന യൂനയ്ക്ക് സത്യം അറിയണമായിരുന്നു. കാങ്കിയോട് യൂന തന്നെ ആ ചോദ്യം ചോദിച്ചു. കാങ്കി തന്നെയാണോ തനിക്ക് ആ മറുപടി കത്തുകൾ എഴുതിയത് എന്നായിരുന്നു നിറകണ്ണുകളോടെ അവൾ തിരക്കിയത്. തന്നെ വിട്ടുപോയ അമ്മയെപ്പോലല്ലാതെ കാങ്കി തന്നെ കെയർ ചെയ്തിരുന്നോ എന്നായിരുന്നു അവൾക്ക് അറിയേണ്ടിയിരുന്നത്. മടിച്ചാണെങ്കിലും യൂനയോട് സത്യം പറയാനായിരുന്നു അവൾക്ക് തോന്നിയത്. താനൊരിക്കലും യൂനയ്ക്ക് കത്തെഴുതിയിരുന്നില്ല എന്നവൾ പറഞ്ഞു. യൂനയ്ക്ക് അത് വലിയ ഷോക്കായിരുന്നു ഉണ്ടാക്കിയത്. യൂനയുടെ മൂക്കിൽ നിന്നും രക്തമൊലിച്ചു. പിന്നാലെ അവൾ കുഴഞ്ഞു വീണു. പിന്നാലെ യൂനയെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആശുപത്രിയിൽ വെച്ച് അവളുടെ അടുത്തിരുന്ന കാങ്കി അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന തന്റെ ചിത്രങ്ങൾ നോക്കിക്കാണുന്നു. യൂന തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ആ സമയം ഗാംഗി തിരിച്ചറിയുകയാണ്. ഒപ്പം അത് അവളുടെ ഉള്ളിൽ അവളുടെ ഫാൻസിനെ പറ്റിയുള്ള ചിന്താഗതി തന്നെ മാറ്റുന്നു. തനിക്ക് നേരിട്ട് പരിചയമില്ലാത്തൊരു വ്യക്തി തന്നെ എത്രയധികമാണ് സ്നേഹിക്കുന്നത് എന്നവൾ മനസ്സിലാക്കുക കൂടിയാണ്. ശേഷം ജുങ്സുക്കും ഗാംഗിയും സംസാരിക്കുകയാണ്. ആ കത്ത് ഞാൻ എഴുതിയതാണെന്നൊരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നുവല്ലേ? ഗാംഗി ജുങ്സുക്കിനോട് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും എന്തെങ്കിലും സത്യം പുറത്തു വരുമല്ലോ. ഇതാണ് അവൾ സൂക്ഷിച്ചു വെച്ച ആ കത്തുകൾ എന്ന് പറഞ്ഞ് ജുങ്സുക്ക് എഴുതിയിരുന്ന കത്തുകൾ അവൻ തന്നെ ഗാംഗിയുടെ നേരെ വെച്ചു നീട്ടുന്നു. അവരുടെ സംസാരമധ്യേ എന്തുകൊണ്ടാണ് ഫാൻസിനെ തനിക്ക് പേടിയായത് എന്ന കാര്യം ഗാംഗി വിശദീകരിക്കുകയാണ്. ഗാംഗിയുടെ സ്കൂൾ കാല സമയം. അന്നേ അവൾ ഡ്രാമയിലൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യത്തിന് പേരും പ്രശസ്തിയുമുണ്ട്. ആ കാലത്ത് അവളുടെ ലോക്കറിൽ കുട്ടികൾ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവൾക്കൊരു ഫാൻ ഗിഫ്റ്റ് കിട്ടി. അവൾ ആ ഗിഫ്റ്റ് കൊണ്ടുപോയി വളരെ പ്രതീക്ഷയോടെ തുറന്നു നോക്കി. അന്ന് ലോക്കറിൽ 2 ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അവൾ ആദ്യത്തേതായിരുന്നു എടുത്തത്. അത് തുറന്നു നോക്കിയതും അവൾ ഭയന്ന് ഞെട്ടിപ്പോയി. അതിലൊരു കിളിയെ കഴുത്തറുത്തിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ട്രോമ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ആ ഒരു സംഭവമായിരുന്നു അവളുടെ ഉള്ളിൽ ഫാൻസിനോട് അത്രയും ഭീതിയുണ്ടാക്കിയത്. ഗാംഗി പറഞ്ഞത് കേട്ടതും ചില ഫാൻസൊക്കെ അങ്ങനുണ്ടെങ്കിലും എല്ലാവരും അങ്ങനൊന്നുമല്ല. അന്നവിടെ മറ്റൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായില്ലേ, അത് നീ തുറന്നു നോക്കിയില്ലേ എന്ന് ജുങ്സുക്ക് ചോദിക്കുവാണ്. ആദ്യത്തെ ബോക്സ് തുറന്നതും അത്തരത്തിലൊരു ഷോക്ക് ഉണ്ടായതുകൊണ്ട് രണ്ടാമത്തത് ഞാൻ എടുത്തതേയില്ല, അത് തുറന്നിട്ടുമില്ല എന്ന്
എന്ന അവളുടെ മറുപടി ജുങ്സോക്കിന്റെ മുഖത്ത് ഒരു നിരാശയുണ്ടാക്കിയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ഗാംഗിയുടെ അടുത്തു നിന്ന് പണം വാങ്ങി ജുങ്സോക്ക് രോഗിയായ തന്റെ മകളെ വെച്ച് നാടകം കളിച്ചു എന്ന ആരോപണം വന്നതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോഴൊക്കെയും ആളുകൾ അവനെ മോശമായി നോക്കാൻ തുടങ്ങി. ജുങ്സോക്ക് അതൊന്നും അത്ര വലിയ കാര്യമായി എടുത്തില്ലെങ്കിലും ഗാംഗിക്ക് താൻ കാരണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്നവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിലൂടെ ജുങ്സോക്ക് സ്വയം ഒരു വീഡിയോ ചെയ്യുകയാണ്. താനാണ് മകൾക്ക് വേണ്ടി ആ ലെറ്റർ എഴുതിയതെന്നും അതിൽ ഗാംഗിക്ക് ഒരു പങ്കുമില്ല, അവളിൽ നിന്ന് പണമൊന്നും വാങ്ങിച്ചിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. ആ വീഡിയോ വൈറലാവാനും തുടങ്ങുകയാണ്. പക്ഷെ ആ വീഡിയോ കണ്ട് ഗാംഗിയോട് ദേഷ്യമുള്ള ഹീറിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനിടയിൽ ഗാംഗി സ്ഥിരമായി യൂനയെയും ജുങ്സോക്കിനെയും കാണാൻ വരുമായിരുന്നു. അവർ തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു വന്നു. ജുങ്സോക്കിന്റെ വീഡിയോയുടെ കീഴിലുള്ള നെഗറ്റീവ് കമന്റുകൾ അവരൊന്നിച്ചു വായിക്കുകയും ആളുകൾ ഇല്ലാവചനം പറയുന്ന കേട്ട് ചിരിക്കുകയും ഒക്കെ ചെയ്യും. കുറച്ചു നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഗാംഗിയുടെ മാനേജർ ആയങ് ഗാംഗിയെ വന്നു കാണുകയാണ്. അവൾക്കെതിരെ നെഗറ്റീവ് പബ്ലിസിറ്റിയൊക്കെ വന്നതുകൊണ്ട് അവൾക്ക് അവസരങ്ങൾ വലിയ തോതിൽ കുറയുകയാണ് എന്ന് അവളെ അറിയിച്ചു. അവളുടെ കരിയറിനെ അത് വലുതായി ബാധിക്കുന്നുണ്ട് എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞു. പിന്നാലെ അവളുടെ ഇമേജ് കുറച്ചുകൂടി മികച്ചതാക്കുവാൻ കുറെ സജഷൻസും മാനേജർ മുമ്പിലേക്ക് വെക്കുകയാണ്. കുറെ പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നതും റിയാലിറ്റി ഷോയിൽ പോകുന്നതും ഒപ്പം സിനിമയിൽ അതിഥിവേഷമൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറെ സജഷൻസ് ആയിരുന്നു അത്. അതിൽ ഗാംഗി തിരഞ്ഞെടുത്തത് സിനിമയിലെ അതിഥിവേഷമായിരുന്നു. അങ്ങനെ അതിനായി ഒരവസരം വന്നപ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് ഗാംഗി പുറപ്പെട്ടു ചെല്ലുവാണ്. അതിൽ അഭിനയിക്കാൻ അവിടെ ഹേറി ഉണ്ടായിരുന്നു. അവരിരുവരും സ്കൂൾമേറ്റ്സ് ആണല്ലോ. അതുകൊണ്ട് ഗാംഗി അവളോട് സംസാരിക്കാൻ ചെന്നു. പക്ഷേ ഹേറിക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളോടുള്ള വിരോധം ഹേറിയുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഹേറി അതുകൊണ്ട് തന്നെ അവളോട് മോശമായി പെരുമാറി. വീണ്ടും ഗാംഗിക്കെതിരെ അവൾ വളരെ മോശമായാണ് എല്ലാവരോടും ഇടപഴകുന്നത് എന്ന തരത്തിൽ ചില പ്രചരണങ്ങളും നടത്തി. കാര്യങ്ങൾ ഒന്നുകൂടെ വഷളായി. ഗാംഗിയുടെ ഇമേജ് വലിയ തോതിൽ ബാധിക്കപ്പെട്ടതോടെ അവളെ മോഡലാക്കിയിരുന്ന പ്രൊഡക്റ്റുകൾ പോലും മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ട അവസ്ഥ വരുന്നു. എന്തിനേറെ പറയുന്നു, ഗാംഗി യൂനയെ കാണാൻ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടുത്തെ മറ്റു പേഷ്യൻസിന്റെ ബന്ധുക്കളും അമ്മമാരുമൊക്കെ അവളെ കുറ്റം പറയുന്ന കേട്ട് ദുഃഖത്തോടെ അവൾക്കിറങ്ങി പോരണ്ട പോലും വരുന്നു. അത് കാണുന്ന ജുങ്സോ അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയമാണ് ജുങ്സോക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഗാംഗിക്കിപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മന്നപത്രക്കാർ എപ്പോഴും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അവളെ സുരക്ഷിതമാക്കുവാൻ ജുങ്സോക്ക് എപ്പോഴും യൂനയുടെ അടുത്ത് ആശുപത്രിയിലായതുകൊണ്ട് തന്റെ താമസ സ്ഥലത്ത് തങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവളെ അവൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മറുവശത്ത് ആശുപത്രിയിലാകട്ടെ മറ്റു കുട്ടികളുടെ ബൈസ്റ്റാൻഡേഴ്സ് ജുങ്സോക്കിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. യൂന അവിടെ തനിച്ചുള്ളത് ശ്രദ്ധിച്ചിരുന്ന അവർ, കണ്ടോ നിന്റെ അച്ഛന് വരെ ഇപ്പോ നിന്നെ വേണ്ട, അവൻ പോലും ആ പെണ്ണിന്റെ ഒപ്പമാ എന്നൊക്കെ അവളുടെ മുഖത്ത് നോക്കി പറയും. യൂന അത് കേട്ട് സങ്കടത്തോടെ ഓടിപ്പോകും. പിന്നാലെ അടുത്ത ദിവസം ഒരു ഫോൺ കോൾ ആശുപത്രിയിൽ നിന്ന് ജുങ്സോക്കിനെ തേടിയെത്തുകയാണ്. യൂനയെ ആശുപത്രിയിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അതോടെ പരിഭ്രാന്തനായ ജുങ്സോക്ക് ആശുപത്രിയിൽ ഓടിയെത്തി മകളെ തിരയാൻ തുടങ്ങി. ഗാംഗിയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അവരൊന്നിച്ച് യൂനയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും അവളെ കണ്ടുകിട്ടുന്നേയില്ല. ഒടുവിൽ റൂഫ് ടോപ്പിൽ തനിച്ചു നിൽക്കുന്ന യൂനയെ അവർ കണ്ടെത്തുകയാണ്. മകളോട് സംസാരിക്കുമ്പോൾ മകളുടെ ദുഃഖവും ജുങ്സോക്ക് മനസ്സിലാക്കുന്നു. അച്ഛന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഗാംഗിയുടെ മേത്താണെന്നും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല എന്ന പരാതിയുമായിരുന്നു അവൾക്ക്. അത് കേട്ട് കുറ്റബോധം തോന്നിയ ജുങ്സോക്ക് പിന്നീട് ഗാംഗിയെ കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. മകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നു എന്നും കൂട്ടിച്ചേർക്കുന്നു. താൻ കാരണമാണല്ലോ ഇതൊക്കെ വന്നത് എന്നൊരു കുറ്റബോധം ഗാംഗിക്കും ഉണ്ടാകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ താനൊരു പ്രശ്നമാവണ്ടെന്ന് കരുതി ഗാംഗി അങ്ങനെ ജുങ്സോക്കിന്റെ വീട് വിട്ട് വീണ്ടും തിരികെ തന്റെ ഇടത്തേക്ക് പോരുന്നു. പക്ഷേ അതവളെ ഒരുപാട് ദുഃഖിപ്പിച്ചിരുന്നു. ആ സമയം ഗാംഗി ആലോചിക്കുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ജുങ്സോക്കിന് ഗാംഗിയോട് പ്രണയമുണ്ടായിരുന്നല്ലോ. അതുപോലൊരു പ്രണയം ഗാംഗിക്ക് ജുങ്സോക്കിനോടും ഉണ്ടായിരുന്നു. ഇരുവരും ഒരിക്കലും അത് പരസ്പരം പറഞ്ഞില്ലെന്നേയുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ഗാംഗിയും തീരുമാനിക്കുവാണ്. അതോടെ അവൾ ഒരു ലൈവ് ചെയ്യാൻ തയ്യാറാകുന്നു. സത്യസന്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചും തന്റെ മേലുള്ള ആരോപണങ്ങളെപ്പറ്റി സംസാരിച്ചും ഹേറി ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുമൊക്കെ അവൾ ആ വീഡിയോ ലോകത്തിന് മുമ്പിലേക്ക് വിടുന്നു. ഹേറിയുടെ കാര്യങ്ങൾ ഗാംഗി പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാംഗിയുടെ ഒപ്പം പഠിച്ച പഴയ കൂട്ടുകാരും ആ വീഡിയോക്ക് താഴെയായി രംഗത്ത് വരുന്നു. അത്
അതോടെ ഫാൻസിന്റെ സപ്പോർട്ടും ഗാംഗിയുടെ അടുത്തേക്ക് എത്തുകയാണ്. മഞ്ഞപ്പത്രക്കാരെ ഗാംഗിയുടെ ഫാൻസ് തന്നെ തല്ലിയോടിക്കുന്നു. കള്ളം പ്രചരിപ്പിച്ച ഹേറിയെ ഫാൻസുകാർ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ക്ഷമാപണം വീഡിയോ രൂപത്തിൽ ഹേറിയും പുറത്തുവിടുകയാണ്. അതോടെ ഗാംഗിയുടെ കരിയറും അവളുടെ ഇമേജും എല്ലാം വലിയ തോതിൽ മെച്ചപ്പെടുന്നു. ആ സമയത്തായിരുന്നു അമേരിക്കയിൽ ചിത്രീകരണം നടക്കുന്ന ഒരു ചലച്ചിത്രത്തിൽ ലീഡ് റോളിലേക്ക് ഗാംഗി റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതിനായി അവൾക്ക് അമേരിക്കയിൽ പോകണം. ഇതേ സമയമായിരുന്നു മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. ജുങ്സോക്കിന്റെ മുൻ ഭാര്യ രോഗം വർദ്ധിച്ച് മരണപ്പെട്ടിരുന്നു. അതോടെ യൂനയെ ജുങ്സോക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ധൈര്യത്തോടെ യൂന അതിനെ എതിരിട്ടു. ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്ന് തിരികെ പോരുമ്പോൾ യൂന തന്റെ അച്ഛനോട് സംസാരിച്ചു. ഞാനൊരു ഭാരമായതുകൊണ്ടാണോ ഗാംഗി അച്ഛനോടുള്ള ഇഷ്ടം പറയാതെ അച്ഛനെ വിട്ട് പോയി കളഞ്ഞത് എന്നായിരുന്നു അവളുടെ ചോദ്യം. ജുങ്സോക്ക് പറഞ്ഞു, ഇല്ല മോൾ, അച്ഛൻ ഒരിക്കലും ഒരു ഭാരമല്ല. ആ സമയം താൻ റൂഫ് ടോപ്പിൽ പോയി നിന്ന സമയത്ത് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിരുന്നു. അച്ഛനും ഗാംഗിയും ഒന്നിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നും യൂന പറയുവാണ്. ഉടൻ ജുങ്സോക്ക് പറഞ്ഞു, മോൾ ഒരിക്കലും അങ്ങനൊന്നും ചിന്തിക്കരുത്. മോളില്ലാതെ ജീവിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. താനും ഗാംഗിയും ഒന്നിച്ച് ജീവിക്കുന്നത് യൂന ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ സമയം ജുങ്സോക്ക് തിരിച്ചറിയുക കൂടിയാണ്. മകൾക്ക് അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞതും അത്രനാളും മകളെയോർത്ത് പറയാതിരുന്ന പ്രണയം അവളെ അറിയിക്കുവാൻ ജുങ്സോക്ക് ചിന്തിക്കുന്നു. ജുങ്സോക്ക് ഗാംഗിയുടെ മാനേജറെ വിളിച്ചു. അവൾ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എയർപോർട്ടിലാണെന്ന വിവരം മാനേജറിൽ നിന്നും ജുങ്സോക്ക് അറിയുകയാണ്. അവൻ ഓടി എയർപോർട്ടിലേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും ഗാംഗി പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു കൊല്ലത്തിനു ശേഷം അവൾ തിരികെ എത്തുകയാണ്. അപ്പോഴേക്കും അവൾ അറിയപ്പെടുന്ന വലിയൊരു ആക്ട്രസായി, സക്സസ്ഫുൾ ആക്ട്രസായി മാറിയിരുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ വീട് നിറച്ചും കുറെ ടോയ്സ് ഉണ്ട്. ആ ടോയ്സിൽ നിൽക്കുമ്പോൾ ജുങ്സോക്ക് അവൾക്ക് വന്ന ഫാൻ ലെറ്റർ ഓരോന്നും വായിച്ച് അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്ലേ ആകും. അത്തരത്തിൽ അവൾ എല്ലാ ഫാൻ ലെറ്ററും കേൾക്കുകയാണ്. എത്ര നേരമെടുത്തിട്ടായിരിക്കും ജുങ്സോക്ക് തനിക്ക് വേണ്ടി ഇത്തരത്തിൽ ഓരോ ഫാൻ ലെറ്ററും റെക്കോർഡ് ചെയ്തിരിക്കുക എന്നതൊക്കെ അവൾ ആലോചിക്കുന്നു. ജുങ്സോക്കിന്റെ സ്നേഹവും കരുതലുമൊക്കെ ഗാംഗി ആ സമയം തിരിച്ചറിയുക കൂടിയാണ്. കൂട്ടത്തിൽ ജുങ്സോക്ക് തന്നെ അവൾക്കായി എഴുതിയ ഒരു കത്തും അവൾ കേൾക്കുന്നുണ്ട്. ട്രോമ കാരണം ഒരു ഫാൻസിനെയും ഇനി മുതൽ ഒഴിവാക്കരുതെന്നും അവരോട് സഹാനുഭൂതിയോടെ സ്നേഹത്തോടെ പെരുമാറണം എന്നുമൊക്കെ ജുങ്സോക്ക് പറയുന്നതായിരുന്നു അത്. ഗാംഗി സന്തോഷത്തോടെ ജുങ്സോക്കിന്റെ മനസ്സ് വായിച്ചെടുത്തു. അതിൽ പിന്നെ അവൾ തനിക്ക് വരുന്ന ഫാൻ ലെറ്ററൊക്കെ വായിച്ച് മറുപടി അയക്കാൻ തുടങ്ങി. ഫാൻസ് സ്നേഹം മാത്രം പ്രതീക്ഷിച്ചയക്കുന്ന ഗിഫ്റ്റുകൾ അവൾ സ്വീകരിച്ചു. ഗാംഗിയുടെ മറുപടി കത്തുകൾ കിട്ടിയവർ അത്രമേൽ സന്തോഷിച്ചിരുന്നു. അവർ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതോടെ ഗാംഗി വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് പ്രിയങ്കരിയാവാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ അവൾക്കൊരു TV ഇന്റർവ്യൂ വന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ച് തന്റെ മാറ്റങ്ങൾക്ക് കാരണമായ തന്റെ ട്രോമയെ അതിജീവിക്കാൻ തന്നെ സഹായിച്ച മനുഷ്യനെ പറ്റി അവൾ വാതോരാതെ സംസാരിച്ചു. അതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ജുങ്സോക്കും യൂനയും നിൽക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ അവരെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പറയാതെ വർഷങ്ങളോളം മനസ്സിൽ സൂക്ഷിച്ച പ്രണയം അത് യൂനയെ സാക്ഷി നിർത്തി അവർ പങ്കുവെക്കുന്നു. ഗാംഗിയും ജുങ്സോക്കും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.